യൂട്യൂബ് വീഡിയോസിന് ടൈറ്റിൽ കൊടുക്കുന്നവരല്ലേ നിങ്ങൾ? എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വയലേഷൻ ആണെന്ന് അറിയാതെയാണ് പലരും ഈ മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസിന്റെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് റീച്ച് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ നമ്മൾക്ക് തന്നെ പണി തരുന്ന കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇപ്പോഴേ നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനല് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്, AI-യുടെ ഹെൽപ്പോട് കൂടി. അതുകൊണ്ട് തന്നെ യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായിട്ട് വരുന്ന എന്തൊരു കാര്യം നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് സ്ട്രൈക്ക് തരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതൊരു വയലേഷൻ ആണെന്ന് അറിയാതെയാണ് പലരും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അതില് ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യമാണ് നമ്മൾ അപകടകരമായ രീതിയിൽ ഒരു പ്രോമിസ് ടൈറ്റിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു നടക്കാത്ത കാര്യം നടക്കുന്നൊക്കെ പറഞ്ഞ് 100% വർക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് യൂട്യൂബ് മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിന് സ്ട്രൈക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാര്യം തീർച്ചയായിട്ടും നടക്കും, അല്ലെങ്കിൽ 100% ഗ്യാരണ്ടി ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ടൈറ്റിൽ കൊടുക്കാൻ പാടില്ല. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾ ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള പ്രോമിസസ് തംബ്നെയിൽ ആഡ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ 100% ജെന്യുവിൻ ആയിരിക്കും. നിങ്ങളുടെ കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങളൊന്നും ഫേക്ക് ആയിട്ട് പറയുന്നുണ്ടാവില്ല, എല്ലാം ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. പക്ഷേ വ്യൂസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു ടൈറ്റിലിൽ ഫേക്ക് ആയിട്ടുള്ള പ്രോമിസസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോമിസസ് ഒക്കെ ആഡ് ചെയ്യും. സോ ഇങ്ങനെ നിങ്ങളുടെ വീഡിയോസ് നല്ലതാണെങ്കിലും ഈ ഒരു ടൈറ്റിൽ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാനലിന് സ്ട്രൈക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ടൈറ്റിൽ കൊടുത്തിട്ട് വീഡിയോസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അത് ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ. അടുത്തതായിട്ട് പറയാനുള്ള കാര്യമാണ്, ഇല്ലീഗൽ ആയിട്ടുള്ള വേർഡ്സ് ഒന്നും നിങ്ങളുടെ ടൈറ്റിൽ യൂസ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാക്കിംഗ്, ട്രാപ്പിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ വീഡിയോസിന്റെ ടൈറ്റിലിൽ നിങ്ങൾ ആഡ് ചെയ്യരുത്. ഇത് നിങ്ങളുടെ വീഡിയോസിന്റെ വ്യൂസ് കൂട്ടും, ചിലപ്പം വീഡിയോ റീച്ച് ആയി എന്നും വരാം. പക്ഷേ യൂട്യൂബ് ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ ചാനൽ സ്ട്രൈക്ക് വന്നേക്കാം. അതുകൊണ്ട് ഇത്തരം ടൈറ്റിൽസ് ഒരിക്കലും യൂസ് ചെയ്യരുത്. അടുത്തത് പറയാനുള്ളത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് മറ്റുള്ളവർക്കൊരു പേടി തോന്നുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു ടൈറ്റിൽ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. മെയിനായിട്ട് ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ളവരോ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരോ അതല്ല അതിൽ അത്രയും നോളേജ് ഉള്ളവരോ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾക്ക് കറക്റ്റായിട്ട് അറിയാത്തൊരു കാര്യം മറ്റുള്ളവർക്ക് ഹാംഫുൾ ആവുന്ന രീതിയിൽ ഒരിക്കലും വീഡിയോസ് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ടൈറ്റിൽ വെച്ച് വീഡിയോസ് പ്രസന്റ് ചെയ്യാനോ പാടില്ല. അടുത്ത പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഹാം ആൻഡ് അഡൽട്ട് കണ്ടന്റ്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് അഡൽട്ട് കണ്ടന്റ്സും അതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്ന ടൈറ്റിലുകളും നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൂയിസൈഡ്, ഡ്രഗ്സ്, അതുപോലെ അറ്റാക്ക്, വെപ്പൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ട് നിങ്ങൾ വീഡിയോസിൽ ടൈറ്റിൽ കൊടുക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോസ് നല്ലതാവാം, നല്ലത് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ടൈറ്റിലോ അല്ലെങ്കിൽ കീവേഡ്സിലോ എവിടെയെങ്കിലും ഈ പറയുന്ന അഡൽട്ട് കണ്ടന്റ്സോ അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ടൈറ്റിലെ സംഭവങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസിന് സ്ട്രൈക്ക് വരാനും മോണിറ്റൈസേഷൻ തന്നെ ക്യാൻസലേഷൻ ആവാനും അത് കാരണമാവും. അതായത് മതപരമായിട്ട് വിദ്വേഷം ഉണ്ടാക്കുന്നത്, കലാപം പുറപ്പെടുവിപ്പിക്കുന്നത്, രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, അക്രമം പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ ടൈറ്റിലുകളോ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് ഈ പറഞ്ഞതുപോലെ മോണിറ്റൈസേഷൻ വരെ ക്യാൻസൽ ആയി പോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോഴും ചിലപ്പം നല്ല വീഡിയോസ് ആയിരിക്കും, നല്ല റീച്ച് കിട്ടാൻ സാധ്യതയുള്ള വീഡിയോസ് ആയിരിക്കും ഇത്തരം ടൈറ്റിലുകളും അല്ലെങ്കിൽ കീവേഡ്സ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ നശിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിനൊക്കെ അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വ്യൂസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പകരമായിട്ട് ഒരു ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതിന്
പകരമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു വേർഡ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലെസൺ നിങ്ങൾ പറയുന്നത് പോലെ, അതായത് സ്വന്തം എക്സ്പീരിയൻസ് മിക്സ് ചെയ്തിട്ട് പറയുന്ന രീതിയിലുള്ള ടോപ്പിക്കുകൾ, ഫ്രം മൈ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലൈഫ് ലെസൺ, ട്രൂത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ടൈറ്റിൽ കൊടുത്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ 2026 വീഡിയോ ചെയ്യുന്നവർ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ടൈറ്റിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. ഈ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബിലെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ബിഗിനേഴ്സിനായിട്ടാണ് നമ്മളൊരു ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നൊരു എമൗണ്ടും അതുപോലെ 4000 വാച്ച് അവർ നിന്നുള്ള ഒരു കൗണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പം താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. തികച്ചും ഫ്രീ ആയിട്ട് 1 രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ മെമ്പർ ആവാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു യൂട്യൂബ് ടിപ്പ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.